ഹായ് മക്കളെ, അമ്മ വന്നു കേട്ടോ. മക്കളെ, ഒരു അടിപൊളി ഇത് ഇൻഗ്രീഡിയൻസ് ആയിട്ടാണ് അമ്മ വന്നത്. എന്താ നമ്മളെ മുഖം തിളങ്ങാൻ ഇത്രയും നല്ലതൊന്നും ഇല്ല. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അമ്മ പറയട്ടെ, അവസാനം വരെ കാണണം കേട്ടോ. അല്ല, അതിൻ്റെ മുന്നേ അമ്മ ചോദിക്കട്ടെ, ഇന്നലെ അമ്മ പറഞ്ഞു തന്നതൊക്കെ നിങ്ങളൊക്കെ ഒന്ന് നോക്കിയോ? ദോശമാവ് എങ്ങനെയുണ്ട് റിസൾട്ട്? അതൊക്കെ എല്ലാവരും വന്ന് കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. ഇനി അത് നന്നെങ്കിലും നന്നല്ലെങ്കിലും നമ്മുടെ കുട്ടികൾ പറയണം. എല്ലാവരുടെയും മുഖത്തിന് എല്ലാതും ചേരില്ലല്ലോ. അതുകൊണ്ടല്ലേ അമ്മ പല പല ടിപ്സ് പറയണത്. ഏതാണ് എല്ലാവർക്കും പറ്റിയെന്ന് അമ്മയ്ക്ക് അറിയില്ല. നമ്മുടെ അടുത്ത് കൂടെ അല്ലല്ലോ നമ്മുടെ കുട്ടികളൊക്കെ ഓരോരുത്തരും ഓരോ സ്ഥലത്തല്ലേ, ഓരോ കാലാവസ്ഥയിലല്ലേ നിങ്ങളൊക്കെ താമസിക്കണത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിലെ മാരായമംഗലം ചെർപ്പളശ്ശേരി അവിടെ അടുത്തൊരു സ്ഥലത്താണ് കേട്ടോ. അതൊരു ഉൾഗ്രാമമാണ് ഞങ്ങൾക്ക്. അതുപോലെയാണോ ടൗൺ ഏരിയ? പിന്നെ അങ്ങനെയല്ല, ഓരോ നാട്ടിലൊന്നും ഇപ്പോൾ എല്ലാവരും കാണുന്നതല്ലേ. എല്ലാ സ്ഥലത്തും ഒരേ കാലാവസ്ഥയല്ല മക്കളെ. അപ്പോൾ എല്ലാവർക്കും എല്ലാതും ഒരുപോലെ സ്കിന്നിനെ പറ്റിക്കൊള്ളണമെന്നില്ല, മനസ്സിലായോ? പക്ഷേ എന്തുണ്ടാണെന്നറിയോ, കെമിക്കലില്ലാത്തത് നമുക്ക് ധൈര്യമായിട്ട് ഏത് കാലാവസ്ഥയിലും എല്ലാവർക്കും ഉപയോഗിച്ച് നോക്കാം, പേടിക്കാനൊന്നുമില്ല. അതാണ് അമ്മ നിങ്ങൾക്കൊക്കെ ഇതൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇന്ന് അമ്മ എന്താ പറഞ്ഞു തരാൻ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആണ്. അത് നിങ്ങളൊന്ന് നോക്കുക. എല്ലാ വീട്ടിലും ഒരുവിധം വീട്ടിലൊക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്താണെന്നറിയോ, നമ്മൾ ഈ ഓറഞ്ച് ഉണ്ടല്ലോ, ഓറഞ്ച് നമ്മൾ ഉള്ളിലേക്ക് കഴിക്കാൻ മാത്രമല്ല മക്കളെ പറ്റൂ, അത് നമ്മുടെ സ്കിന്നിനും നന്ന്. നമ്മൾ എന്ത് ചെയ്തോളൂ, നമുക്ക് അതിൻ്റെ ഉൾഭാഗം നമ്മൾ അകത്തേക്ക് കഴിക്കുക. നമ്മൾ തോല് കഴിക്കൽ പതിവില്ലല്ലോ, അത് നമ്മൾ കളയലല്ലേ പതിവ്. പക്ഷെ അതിനി ആരും കളയരുത് കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് കഴിക്കണം, അതിനേക്കാളും നല്ലതാണ് മക്കളെ തൊലി. നമുക്ക് സ്കിന്നിന് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. നമ്മുടെ മക്കളൊന്ന് ചെയ്ത് നോക്ക്. അതെന്താ വെച്ചാൽ നമ്മൾ പറയട്ടെ, നന്നായി കഴുകിയിട്ട് നമ്മൾ ഓറഞ്ച് എടുക്കുന്നുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, എളുപ്പമുള്ള കാര്യം അമ്മ പറയണത്. ചിലവരതിൻ്റെ ആ ഓറഞ്ച് കളറ് മാത്രം പീലർ കൊണ്ട് എടുത്ത് ഉണക്കി പൊടിക്കണവരുണ്ട്. നമുക്കതൊന്നും ചെയ്യേണ്ട കുട്ടികളെ, സുഖം അമ്മ ചെയ്യണ ഒരു കാര്യം അമ്മ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സത്യമായിട്ടുള്ള കാര്യമായിട്ട് അമ്മ ചെയ്യണതാണ്. ഈ മാവ് അമ്മ ഉപയോഗിക്കും പോലെ ഇതും ചെയ്യേണ്ടത്. അമ്മ പറഞ്ഞുതരാം എന്താ ചെയ്യണതെന്ന്. ഇത് നമ്മൾ ഓറഞ്ചിൻ്റെ തൊലി നിങ്ങൾ ടെറസിൽ താമസിക്കണോ എവിടെ താമസിക്കണോ അതൊന്നുമില്ല, നമ്മൾ വെയിൽ കൊണ്ടാൽ മതി. ഇത് പൂക്കരുത് കേട്ടോ. ഇത് ഒരു 3-4 ഓറഞ്ചിൻ്റെ തൊലി നമ്മൾ പിന്നെ അടർത്തി നമ്മളതിൻ്റെ ഉള്ളിലത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ തൊലി നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചോ. എന്നിട്ട് ഒരു കടലാസിൽ നമ്മൾ പേപ്പറിൽ വിരിച്ചിട്ട് വെയിലത്ത് കൊണ്ടുപോയി വയ്ക്കുക. അതൊരു 2-3-4 ദിവസം ഉണങ്ങിക്കോട്ടെ. വൈകുന്നേരത്ത് എടുത്ത് വയ്ക്കാൻ മറക്കണ്ട കേട്ടോ. മക്കളെ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ അമ്മോട് പറഞ്ഞിട്ട് പോകണം, അമ്മ എങ്ങനെ ഓറഞ്ചിൻ്റെ തൊലി ഉണ്ടട്ടോ വെയിലത്ത് ഒന്ന് എടുത്ത് വെക്കുമോ എന്ന് ചോദിച്ചോളൂ. അവരെടുത്ത് വയ്ക്കും. അമ്മമാർ കുട്ടികൾക്ക് വേണ്ടി എന്തും ചെയ്യും. ഒരു അമ്മയല്ലേ ഞാനീ പറഞ്ഞത്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്താ പറയുക, അത്രയും സഹനശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്മയ്ക്കേ സാധിക്കുള്ളൂ. അമ്മ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഓറഞ്ചിൻ്റെ തൊലിയല്ല എവിടെ കൊണ്ടുപോയിട്ടാലും എവിടെ നിന്ന് എടുത്ത് തുറന്ന് വെച്ചോളും. ഓക്കെ, നിങ്ങൾ മുറ്റത്ത് ധൈര്യമായിട്ട് വെച്ച് വെക്കോ. മഴയൊന്നും കൊള്ളാതെ അമ്മ അകത്തേക്ക് വെച്ചോളും. ഓക്കെ, എന്നിട്ട് അത് കുഞ്ഞ് മിക്സിയുടെ ജാറിലിട്ടിട്ട് നമ്മൾ 3-4 ദിവസം ഉണങ്ങിക്കോട്ടെ. കടകടാന്ന് ആവും കേട്ടോ. അപ്പോൾ മിക്സിയുടെ ജാറിൽ എല്ലാം പൊടിഞ്ഞോട്ടെ, മീനും ഇങ്ങനെ പൊടിഞ്ഞോട്ടെ. പൊടിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്തോ, ഒരു സ്പൂണ് കുറച്ച് ഓറഞ്ചിൻ്റെ പൊടി, കുറച്ച് തൈര്, ഇത് കൂട്ടി കലർത്തിയിട്ട് നിങ്ങൾ ഇതേപോലെ രാവിലെ പല്ലൊക്കെ തേച്ച് മുഖം കഴുകി സോപ്പോ എന്തുകൊണ്ടാണ് നിങ്ങൾ മുഖം കഴുകണത്, കാര്യമായിട്ട് ആൾക്കാർ ഫേസ് വാഷ് കൊണ്ടാണ്. അപ്പോൾ സോപ്പൊന്നല്ല കുട്ടികൾ ഉപയോഗിക്കണം. അമ്മയ്ക്ക് അറിയാം. ചെറുപയർ പൊടി ഉപയോഗിക്കണം തൊട്ടിലപ്പം. ചെറുപയർ പൊടിയാണെങ്കിൽ ഏറ്റവും നന്നായി എന്തായാലും തേച്ച് മുഖം നല്ല വൃത്തിയാക്കിക്കോളൂ കേട്ടോ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തോ, ഈ തൈരിൽ നമ്മൾ കൂട്ടി കലർത്തി വെച്ചിട്ടുണ്ടല്ലോ ഈ കൂട്ട്, നന്നായി മുഖത്ത് നമ്മൾ അമർത്തി ഒരു കാര്യം മുഖത്ത് ചെയ്യരുത് കേട്ടോ മക്കളെ. നാളേക്ക് നല്ലോണം ഞാൻ വെളുക്കട്ടെ ഒന്ന് അമർത്തി വരയ്ക്കാൻ നിങ്ങൾ കരുതി പോവല്ലേ കേട്ടോ. സ്മൂത്തിയായിട്ട് ഇതിങ്ങനെ കുറേശ്ശെ ഒരു 5 മിനിറ്റ് ഇതെടുത്ത് നന്നായി തൈരിൽ കൂട്ടി, വല്ലാതെ കട്ടയായിട്ട് നിങ്ങൾ കലർത്തണ്ട. ഒന്നിങ്ങനെ മുഖത്ത് നന്നായി തേക്കാൻ തരത്തിൽ നമ്മൾ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ലേ ഓയിൽ മസാജ്, അതുപോലെയൊക്കെ തന്നെ ഇതും നമ്മൾ ഉപയോഗിച്ചോ. കൂടുതൽ മൂക്കൊക്കെ സുന്ദരമാവും. ഇങ്ങനെ ചപ്പിയ മൂക്കുള്ളവർക്കൊക്കെ നമ്മൾക്ക് കൊടുത്തു വരാൻ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ലേ ഓയിൽ മസാജിൻ്റെ കാര്യം. അതുപോലെയൊക്കെ ഇതും ഡെയിലി ഉപയോഗിച്ചോ. അപ്പോൾ നമ്മളിത് കുറച്ച് നേരം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മുഖം ടൈറ്റ് ആവും. നിങ്ങൾ അധികം സംസാരിക്കേണ്ട കേട്ടോ. അത് ടൈറ്റ് ആവുന്നവരധികം പിന്നെ സംസാരിക്കേണ്ട. കൈ കൊണ്ട് ആംഗ്യമൊക്കെ കാണിച്ചാൽ അമ്മമാർക്ക് മനസ്സിലായിക്കോളും. ഓക്കെ, എന്നിട്ട് നിങ്ങളത് കഴിഞ്ഞിട്ട് ഒരു 10-20 മിനിറ്റ് വെച്ചോളൂ. 10 മിനിറ്റ് ലാസ്റ്റ് അമ്മ പറയണ നിങ്ങൾക്ക് പഠിക്കാനും
തിരക്കൊക്കെ ഉള്ളവരാണ്. അപ്പോൾ നിങ്ങൾ 10 മിനിറ്റ് വെച്ചാലും മതി. 20 മിനിറ്റാണ് അതിൻ്റെ ശരിക്കുള്ളത്. 10 മിനിറ്റ് വെച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾ 10 മിനിറ്റ് കഴിഞ്ഞ് കഴുകി കളഞ്ഞ് നോക്കും മക്കളെ, നിങ്ങളെ മുഖം കണ്ട് നിങ്ങൾ തന്നെ ഞെട്ടിപ്പോകും. അമ്മ ഒരുപാട് ഞെട്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളിത് ഉപയോഗിച്ച് നോക്കണം തീർച്ചയായിട്ടും. ഓക്കെ, ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് എല്ലാവരും അമ്മോട് വന്ന് പറയണം, അമ്മേ അതിൻ്റെ ഗുണം എന്താണ്. ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് മനസ്സിലാവുക. ഓക്കെ, അമ്മോട് കുട്ടികൾ എന്തായാലും അത് വന്ന് പറയണം, അമ്മേ അമ്മ പറഞ്ഞത് ഇൻഗ്രീഡിയൻസ് ഒരുപാട് നന്നായിരുന്നു കേട്ടോ എന്നാണെങ്കിൽ അത് പറയണം. അല്ലെങ്കിൽ അമ്മ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അതാണെങ്കിലും പറഞ്ഞോ. നമ്മുടെ കുട്ടികളല്ലേ, അമ്മ ക്ഷമിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഉറപ്പല്ലേ? അപ്പോൾ നാളെ അമ്മ ഇതിലും നല്ലൊരു ടിപ്പായിട്ട് വരുന്നുണ്ട് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അതുവരേക്കും ബൈ.